വാഴക്കുളം പഞ്ചായത്ത് 6ാം വാർഡിൽ ആരംഭിച്ച യൂത്ത് കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു. വാഴക്കുളം പഞ്ചായത്ത് 6ാം വാർഡിൽ വെസ്റ്റ് മുടിക്കലിലാണ് ഓഫീസിന്റെ പ്രവർത്തനം. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PA മുക്താർ പതാക ഉയർത്തി. ചെയർമാൻ NM അബ്ദുൽ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു. നമ്മുടെ രാജ്യത്ത് യുവാക്കൾ അരാഷ്ട്രീയവാദികളായി മാറുകയും ലഹരി, മയക്കുമരുന്ന് പോലുള്ള വിപത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടണമെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. ഈ പ്രദേശത്ത് യുവജനങ്ങളെ എല്ലാവരെയും സംഘടിപ്പിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഏകോപിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, ചെറുപ്പക്കാർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ഓഫീസ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നു. രാജ്യത്തിൻ്റെ പ്രകൃതിയെയും ഭൂമിയെയും സമ്പത്തിനെയും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കാനുള്ള വലിയ ശ്രമമാണ് ഇന്ന് മോഡിയും അമിത്ഷായും അടക്കമുള്ള ഇന്നത്തെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവർ ഉപയോഗപ്പെടുത്തുകയാണ്. CBI, NIA, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുവേണ്ട എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഉപയോഗപ്പെടുത്തി BJPക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്നതിനും അവർക്കെതിരെ സംസാരിക്കുന്നവരെയും അവരെ ചോദ്യം ചെയ്യുന്നവരെ ഭയപ്പെടുത്തുകയും നിശബ്ദരാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതിനെതിരായി പോരാട്ടം നയിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ പ്രവർത്തനങ്ങൾക്കിടയ്ക്കാണ് കേരളത്തിലും ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ തിങ്കളാഴ്ച വോട്ടെണ്ണി കഴിയും. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഒരു സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യും. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എക്സിറ്റ് പോളിന്റെ വിവരങ്ങൾ വിവിധ ഏജൻസികൾ പുറത്തുവിടുകയും ചെയ്തു. ആ ഏജൻസികളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. വാർഡിലെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. DCC സെക്രട്ടറി TH അബ്ദുൽ ജബ്ബാർ, മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് തേനൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് K ശാരദ, വൈസ് പ്രസിഡന്റ് ഷമീർ തുകലിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിവ ജോഡി, ഷാജിദ നൌഷാദ്, UDF കൺവീനർ KK ഷാജഹാൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ TM സത്താർ, KM അബ്ദുൽ അസീസ്, സുധീർ മുച്ചേത്ത്, മണ്ഡലം സെക്രട്ടറിമാർ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് 6ാം വാർഡിൽ നമ്മളെല്ലാവരും ഇന്ന് സംബന്ധിക്കുന്നത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്ന ഓഫീസിൽ നിന്നും വളരെ വിപുലീകരിച്ചുകൊണ്ടുള്ള ഒരു ഓഫീസാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. പ്രിയപ്പെട്ട വാർഡ് പ്രസിഡന്റ് ജബ്ബാർക്ക പറഞ്ഞതുപോലെ പല ആളുകളുടെയും വീട്ടിൽ കൂടിയിരുന്ന യോഗങ്ങളെല്ലാം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഒരു സന്തോഷമാണ്. 10 വർഷക്കാലം ഈ കേരളത്തെ കട്ടുമുടിച്ച പിണറായി വിജയന്റെ ഭരണം ഇപ്പോഴും ഒരു നിമിഷം പോലും പാഴാക്കാതെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന കുറച്ച് ദിവസം, ഒരു മാസ കാലഘട്ടം കൂടി ജനങ്ങളെ ഒന്ന് പിഴിയാൻ കിട്ടിയ ഒരു അവസരമായിട്ട് എടുക്കുന്ന ഒരു ഭരണാധികാരി ഇപ്പോ ആ കസേര ഒഴിഞ്ഞിങ്ങനെ പോകുമ്പോ ഇവിടെ അതിന്റെ അനന്തരഫലം, അല്ലെങ്കിൽ ആ ഭരണാധികാരിയെ 2ാം വട്ടവും അധികാര കസേരയിലേക്ക് ഇരുത്തിയ ജനങ്ങളുടെ ആ ഒരു കുറ്റബോധം അതൊക്കെ തീർന്ന് അദ്ദേഹം ഇങ്ങനെ ആ കസേര ഇട്ടൊഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയും സന്തോഷവും അനുഭവിക്കാം. ആ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.